കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ നിയമസഹായം ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതിയായ റമീസിന്റെ കുടുംബ പശ്ചാത്തലവും അന്വേഷണ വിധേയമാക്കണമെന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അന്വേഷണം എന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഉച്ചയോടെ കുടുംബത്തെ സന്ദർശിച്ച കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കുടുംബത്തിന്റെ ആവശ്യം സർക്കാരിന് മുന്നിലെത്തിക്കും എന്നുറപ്പ് നൽകി. അവരായിട്ട് നീതി നടപ്പാക്കാൻ അവർ സഹായിക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മറ്റേ സുരേഷ് ഗോപി സാറ് പറഞ്ഞ നാളെ DGPനെ കാണുന്നുണ്ട്, അന്നേരം പരാതി നേരിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇത് എന്നെ അന്വേഷിച്ച് ഇതാവുമ്പോൾ അതിൻ്റെ എല്ലാ അവരുടെ മൊത്തം ഫാമിലിപരമായിട്ട് എല്ലാം കിട്ടും. വേറെ ആരെങ്കിലും ഇവർക്ക് എൻ്റെ പെങ്ങളായിട്ട് ഇതിനു മുമ്പ് ബന്ധം വേറെ ആർക്കെങ്കിലും ഇവർ വേറെ ഏതെങ്കിലും മതത്തിലുള്ള പെൺകുട്ടിയായിട്ട് ഇങ്ങനെ വീണ്ടും മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാലോ. പ്രതിയായ റമീസിന്റെ കുടുംബ പശ്ചാത്തലവും പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം ലവ് ജിഹാദ് എന്ന ആരോപണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തള്ളി. ജുഡീഷ്യറിയിൽ നിന്നാണ് ഇങ്ങനെയൊരു പേര് വരുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഒരു പേര് അന്നുണ്ടായതാണ്. ഡിഫൈൻ ചെയ്യാത്തതോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച റമീസിന്റെ മാതാപിതാക്കളെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യും. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആലോചന. പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സമയത്ത് റമീസിന്റെ വീട്ടിലുണ്ടായിരുന്നവരുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സിറോ മലബാർ കത്തോലിക്ക സഭയും ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളൊരു പ്രസ്താവനയാണ് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. അത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മയുടെ നിലപാടും അതുതന്നെയായിരുന്നു. നിലവിലുള്ള തെളിവുകൾക്ക് പുറമെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി പരിഗണിച്ചായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. 24 തൊടുപുഴ.